Hello everyone and welcome back to Arts Tech Tutorials. In this video session, I will be discussing a short story called The Story of an Hour by Kate Chopin. And this short story is included in our third module, Gender of the Prescribed Text Zeitgeist UG program, second semester Calicut University. Let's understand a few points regarding the author Kate Chopin. Kate Chopin is presently considered as one of the pioneers of American writing because of her unconventional lifestyle and novel ways of portraying women's changing identity in the 19th century American literature. ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞേക്കുന്നത് അമേരിക്കൻ സാഹിത്യരംഗത്ത് സ്ത്രീ എഴുത്തുകാരികളിൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൽ മുൻഗാമികളിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേറ്റ് ചോപ്പിൻ. അതിന് രണ്ട് കാരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബിക്കോസ് ഓഫ് ഹെർ അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈൽ, അതായത് പരമ്പരാഗതമായ ജീവിത രീതികളിൽ നിന്നും വിഭിന്നമായി വേറിട്ട് വ്യത്യസ്തമായ ഒരു ജീവിതശൈലി, അതിലൂടെയും മറ്റൊന്ന് സ്ത്രീകളെ സംബന്ധിച്ചുള്ള സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി, അവരുടെ സൊസൈറ്റിയിൽ അവരുടെ റോൾ അല്ലെങ്കിൽ അവരുടെ പങ്കിനെക്കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വേറിട്ട കാഴ്ചപ്പാട്, നവീന രീതിയിലുള്ള കാഴ്ചപ്പാട് തൻ്റെ എഴുത്തിലൂടെയൊക്കെ അവതരിപ്പിച്ചതിലൂടെയൊക്കെയാണ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൽ മുൻഗാമിയായിട്ട് കേറ്റ് ചോപ്പിനെ പരിഗണിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ത്രൂ ഹെർ റൈറ്റിംഗ്സ് കേറ്റ് ചോപ്പിൻ വാണ്ടഡ് ടു ഷോ how women would act and feel their lives, not dictated by societal norms and male expectations. ഉദ്ദേശിക്കുന്നത് കേറ്റ് ചോപ്പിൻ തൻ്റെ എഴുത്തുകളിലൂടെ ഈ സമൂഹത്തിലേക്ക് നൽകുവാൻ ഉദ്ദേശിച്ചത് ഇതാണ്: പുരുഷന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അല്ല സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തെ കാണേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത്, അതനുസരിച്ചല്ല സ്ത്രീകൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത് എന്ന ഈ കാര്യത്തെ അടിവരയിടുന്നതായിരുന്നു കേറ്റ് ചോപ്പിൻ്റെ ഓരോ വർക്ക്സും. Kate Chopin, she was born in St. Louis of United States on February 8, 1851. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സെയിൻറ്റ് ലൂയിസിലാണ് ജനനം. She began her writing with short fictions and essays, and in 1890, At Fault, her first novel was published. Please remember her first novel, At Fault, published in 1890. Then in 1899, her famous novel published, and that was The Awakening. ഈ നോവലിലൂടെ തൻ്റെ ഫെമിനിസ്റ്റ് പെർസെപ്ഷൻസ്, ആ ഔട്ട്ലുക്ക് വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ ഒത്തിരി ക്രിറ്റിസിസം കേറ്റ് ചോപ്പിന് നേരിടേണ്ടതായിട്ട് വന്നു. ഓക്കെ, സോ ഇൻ ദ അവേക്കനിങ്, പബ്ലിഷ്ഡ് ഇൻ 1899, ചോപ്പിൻ കോൺട്രവേഴ്സ്യലി ആൻറ്റിസിപ്പേറ്റ്സ് സം ഓഫ് ദ മേജർ കൺസേൺസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലുള്ള ഒത്തിരി പോയിൻറ്റ്സ്, ഇനി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൺസേൺ ആകേണ്ട ഒത്തിരി കാര്യങ്ങൾ ആ ഒരു നോവലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആസ് എ റിസൾട്ട് ഒത്തിരി ക്രിറ്റിസിസം സൊസൈറ്റിയിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ട് കേറ്റ് ചോപ്പിന് വന്നു. നെക്സ്റ്റ്, ഹെർ തീംസ്, 3 മേജർ തീംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ എക്സാമിനേഷൻ ഓഫ് അൺഹാപ്പി മാരേജസ്, the question of divorce in a rational and emotional manner, and the theme of love outside marriage. So these are her major themes. Please try to remember. Next, besides her 2 novels, Chopin authored about 100 stories and some essays. അപ്പോൾ ഈ 2 നോവൽസിനെ കൂടാതെ ഒത്തിരി എസ്സേയ്സും മറ്റ് ഒത്തിരി 100-ലധികം ഷോർട്ട് സ്റ്റോറീസും കേറ്റ് ചോപ്പിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഷീ ഈസ് വൺ ഓഫ് ദ പയനേഴ്സ് ഓഫ് വിമൻസ് റൈറ്റിംഗ് ഇൻ അമേരിക്ക. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. അമേരിക്കൻ വിമൻസ് റൈറ്റിംഗ്സിൽ മുൻഗാമികളിൽ ഒരാളായിരുന്നു കേറ്റ് ചോപ്പിൻ. ദെൻ റിഗാർഡിങ് അവർ ഷോർട്ട് സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് ആൻ അവർ, നമുക്ക് ഇത്രയും മാത്രം മതിയാകും കേറ്റ് ചോപ്പിൻ്റെ ജീവിതം. ബിക്കോസ് എനിക്ക് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ റിഗാർഡിംഗ് ദ ഷോർട്ട് സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് ആൻ അവർ, ഇറ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ വോഗ്, എ മാഗസിൻ വിച്ച് ഇസ് ഇൻ സർക്കുലേഷൻ ഈവൻ നൗ. ഇപ്പോഴും സർക്കുലേഷനിൽ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു മാഗസീനായ വോഗ് എന്ന മാഗസീനാണ് ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ്,
അതിൻ്റെ പേര് ആദ്യത്തെ പേര് ഇങ്ങനെയായിരുന്നു, ദ ഡ്രീം ഓഫ് ആൻ അവർ. പ്ലീസ് റിമെമ്പർ, ദ ഡ്രീം ഓഫ് ആൻ അവർ എന്ന ആ ഒരു ടൈറ്റിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത്. ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് എ ബ്രില്യൻറ്റ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് മാരേജ് ഫ്രം എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആസ് എ സൈറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ്. അപ്പോൾ ഇതിൽ കെയ്റ്റ് ചോപ്പിൻ ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു സൈറ്റ് ഓഫ് കൺഫൈൻമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ തടവറയാണ് അല്ലെങ്കിൽ ജയിലറയാണ് വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അത് മേ ബി സ്ത്രീയെ സംബന്ധിച്ച് എന്നുള്ള രീതിക്ക്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കൺഫൈൻമെൻറ്റ്. ഓക്കെ, everything is restricted, no freedom at all, some kind of domination is there, some kind of outside pressure or internal pressure. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്സ് ആർ റെസ്ട്രിക്റ്റഡ്, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് മാരേജ് എന്നാണ് കെയ്റ്റ് ചോപ്പിൻ ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ ഐ വുഡ് ലൈക്ക് ടു മൂവ് ഓൺ ടു ദ ഷോർട്ട് സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് ആൻ അവർ. സോ ഇത് ഒന്ന് എന്താ ചെയ്യുക, ഒരു സമ്മറി പോലെ ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം. ആക്ച്വലി 3 to 4 മെയിൻ ക്യാരക്ടേഴ്സേ ഉള്ളൂ. ദ പ്രോട്ടഗോണിസ്റ്റ് വാസ് എ വുമൺ, എ ലേഡി നെയ്മഡ് മിസസ് മെല്ലാഡ്. മിസസ് മെല്ലാഡ് എന്നാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേര്. ഒരു സ്ത്രീ കഥാപാത്രമാണ്. നെക്സ്റ്റ് ഇവളുടെ സഹോദരിയുണ്ട്, സഹോദരിയുടെ പേര് ജോസഫൈൻ. പിന്നെ മിസസ് മെല്ലാഡിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ബ്രെൻറ്റ്ലി മലാഡ്. ദെൻ ബ്രെൻറ്റ്ലി മലാഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരു വ്യക്തിയുണ്ട്, അവരുടെ പേരാണ് റിച്ചാർഡ്. ഓക്കെ, സോ 4 ക്യാരക്ടേഴ്സിന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മിസസ് മലാഡ്, the protagonist or the main character, her husband's name Brentley Mallard, then Brentley Mallard's friend Richard, then Mrs. Mallard's sister Josephine. Thodakam namukku the story begins like this. Knowing that Mrs. Mallard was afflicted with a heart trouble, great care was taken to break to her as gently as possible the news of her husband's death. സോ കേട്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു ഡെത്ത് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മരണ വാർത്ത അവിടെ ഒരാളോട് കൈമാറുവാനുണ്ട്. മിസസ് മല്ലാഡ് താൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അല്ലെങ്കിൽ ഹൃദ്രോഗിയാണ്. എന്നാൽ ആ സ്ത്രീയോട് തന്നെ തൻ്റെ പ്രിയങ്കരനായ ഹസ്ബൻഡിൻ്റെ വേർപാട് അല്ലെങ്കിൽ മരണ വാർത്ത പറയേണ്ടതുണ്ട്. പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പറയാൻ. കാരണം ഇത്തരത്തിലുള്ള ഒരു വാർത്ത പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹൃദയാഘാതത്തിനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്, വെൻ ദിസ് ന്യൂസ് ഓഫ് ഡെത്ത് വാസ് കൺവേഡ് ടു മിസസ് മല്ലാഡ് ദർ ഷുഡ് ബി എ ഗ്രേറ്റ് കെയർ. ഓക്കെ, it was her sister Josephine who told her in broken sentences, veiled hints that revealed it half concealing. അപ്പോൾ പകുതി പറയാതെ എന്നാൽ പറഞ്ഞ് പല പല സൂചനകളിലൂടെ ആ ദുഃഖവാർത്ത, മരണവാർത്ത മിസസ് മല്ലാഡിൻ്റെ സഹോദരിയായ ജോസഫൈനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മാത്രമല്ല മിസസ് മല്ലാഡിൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തായ റിച്ചാർഡ്സ് അവിടെയുണ്ട്. ആക്ച്വലി റിച്ചാർഡ്സാണ് ഈ മരണവാർത്ത ആദ്യം അറിയുന്നത്. ഈ മരണവാർത്ത അറിയുന്നത് റിച്ചാർഡ്സാണ്. സംഭവിച്ചത് ഒരു റെയിൽ റോഡ് ഡിസാസ്റ്ററിലൂടെയാണ്. അതായത് ട്രെയിൻ ഗതാഗതത്തിൽ അവിടെ സംഭവിച്ച ഒരു ആക്സിഡൻറ്റ്, ആ ഒരു ദുരന്തത്തിലാണ് ഈ മിസസ് മല്ലാഡിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. അപ്പോൾ ആ മരണ വാർത്ത റിച്ചാർഡിന് വളരെ ജെന്യൂനായിട്ട്, അതായത് പത്ര ഓഫീസിൽ നിന്നാണ് നേരിട്ട് ലഭിച്ചത്. അതൊന്നുകൂടെ സ്ഥിരീകരിക്കാനായിട്ട് അല്ലെങ്കിൽ കൺഫർമേഷന് വേണ്ടിയിട്ട് ഹി മെയ്ഡ് എ സെക്കൻഡ് ടെലിഗ്രാം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹി ഹാഡ് ഓൺലി ടേക്കൺ ദ ടൈം ടു അഷ്യൂർ ഹിംസെൽഫ് ഓഫ് ഇറ്റ്സ് ട്രൂത്ത് ബൈ എ സെക്കൻഡ് ടെലിഗ്രാം. രണ്ടാമത് ഒരിക്കൽ കൂടെ ടെലിഗ്രാം ചെയ്തുകൊണ്ട് അത് നിജസ്ഥിതി ലഭിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഈ മരണവാർത്ത മിസസ് മല്ലാഡിനോട് പറയാനായിട്ട് വന്നത്. അങ്ങനെ മരണവാർത്ത പറഞ്ഞു. സ്വാഭാവികമായിട്ടും തൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മിസസ് മല്ലാഡിനുണ്ടാവുന്ന ആ ഒരു പ്രതികരണം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷീ ഡിഡ് നോട്ട് ഹിയർ ദ സ്റ്റോറി as many women have heard the same with a paralyzed inability to accept its significance.
She wept at once with sudden wild abandonment in her sister's arms. വേറൊന്നുമില്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏതൊരു സ്ത്രീയും ചെയ്യുന്നത് പോലെ ആ ഒരു ആഘാതം, ആ വാർത്ത കേട്ട ആഘാതത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹോദരിയുടെ കൈകളിലേക്ക് അവൾ വീഴുകയാണ് ചെയ്തത്. When the storm of grief had spent itself, she went away to her room alone. She would have no one follow her. അപ്പോൾ ഈ മരണവാർത്ത കേട്ടും ഒത്തിരി കരഞ്ഞു, വളരെയധികം വേദനയോടെ കരഞ്ഞു കാണും. എന്നിട്ട് കുറേ സമയത്തിന് ശേഷം അവൾ തീരുമാനിച്ചതെങ്ങനെയാണ്, തനിക്ക് ഒറ്റയ്ക്ക് അല്പസമയം ഇരിക്കുവാനായിട്ട് അവൾ സ്വന്തം മുറിയിലേക്ക് നടന്നു പോവുകയാണ്. ദാറ്റ് ടൈം ഷീ ഡിഡൻറ്റ് അലോ എനി വൺ എൽസ് ടു ഫോളോ ഹെർ. മറ്റാരെയും തനിക്ക് അക്കമ്പനി ചെയ്യേണ്ട, തന്നോടൊപ്പം ആര് വരണ്ട, തന്നെ കുറച്ച് സമയം വെറുതെ ഇരിക്കുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ മുറിക്കുള്ളിലേക്ക് മിസസ് മല്ലാഡ് പോവുകയാണ്. ഓക്കെ, ദേ സ്റ്റൂഡ് facing the open window, a comfortable roomy armchair. Into this she sank, pressed down by physical exhaustion that haunted her body and seemed to reach into her soul. അപ്പോൾ ആ മുറിക്കുള്ളിൽ അവൾ കയറുന്നു. എന്നിട്ട് അവിടെ അല്പസമയം തുറന്നിട്ട ജനാലക്കരികിൽ അവൾ പുറത്തേക്ക് നോക്കി നിന്നതിന് ശേഷം അവിടെ അവിടെ ഉണ്ടായിരുന്ന കോസി കംഫർട്ടായിട്ടുള്ള ചെയറിലേക്ക് അവൾ വളരെയധികം വേദനയോടെ അങ്ങ് ഇരുന്നു. ഓക്കെ, അതിനുള്ളിലേക്ക് ഇരിക്കുകയും ശരീരവും ആത്മാവും ഒരുപോലെ ഇപ്പോൾ ടയേർഡ്നെസ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ക്ഷീണത്തോടെ, പ്രയാസത്തോടെ, ഭാരത്തോടെ ആ ചെയറിലേക്ക് അവൾ ഇരുന്നു. She could see in the open square before her house the tops of trees that were all aquiver with a new spring life. The delicious breath of rain was in the air. In the street below, a peddler was crying his wares. The notes of a distant song which someone was singing reached her faintly, and countless sparrows were twittering in the eaves. അപ്പോൾ അറിയാം നമുക്ക്, ഇൻസൈഡ് ഹെർ മൈൻഡ് ദർ വാസ് ആക്ച്വലി അഗണി, അല്ലെങ്കിൽ ഗ്രീഫ്, പെയിൻ, മെൻ്റൽ സഫറിങ്, മാനസികമായിട്ടുള്ള വേദന, ഭാരം തൻ്റെ മനസ്സിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ നെരിപ്പോട് പോലെ നിൽക്കുകയാണ്. ബട്ട് ഔട്ട്സൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ പറയുന്നത്. ആ തുറന്നിട്ട ജനാലയിലൂടെ അവൾ കണ്ട ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അവൾ അനുഭവിച്ച, അവൾ കേട്ട, അല്ലെങ്കിൽ ശ്വസിച്ച ചില സംഗതികളാണ് പറഞ്ഞേക്കുന്നത്. ഷീ സീ ഇൻ ദ ഓപ്പൺ സ്ക്വയർ ബിഫോർ ഹർ ഹൗസ് ദ ടോപ്പ് ഓഫ് ട്രീസ്. മരങ്ങളുടെ ഉയർന്ന ചില്ലകൾ, അല്ലെങ്കിൽ ഉയർന്ന ശിഖരങ്ങളാണ് അവളുടെ കണ്ണിൽ പെട്ടത്. അതിൽ നിറയെ പച്ച ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ശിഖരങ്ങളെല്ലാം പച്ചിലകൾ കൊണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. ന്യൂ സ്പ്രിംഗ് ലൈഫ്, അല്ലെങ്കിൽ പുതിയ ഒരു സീസണെ വരവേറ്റുകൊണ്ട് വൃക്ഷങ്ങളിലെല്ലാം പച്ച ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്പ്രിംഗ് ആക്ച്വലി ഇറ്റ്സ് എ സീസൺ, ആൻഡ് ദിസ് സീസൺ റിപ്രസെൻറ്റ്സ്, അല്ലെങ്കിൽ സിംബലൈസസ് ഫ്രഷ്നെസ്, ലൈഫ്, ദെൻ എനർജി, ഫുൾ ഓഫ് പോസിറ്റീവ് ക്വാളിറ്റീസാണ് സ്പ്രിംഗ് ലൈഫിനുള്ളത്, വസന്തകാലം. അപ്പോൾ ഈ സീസൺ എന്ന് പറഞ്ഞാൽ സീസണുകൾ തന്നെ പുതിയ, അല്ലെങ്കിൽ ആരംഭകാലമാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. പുതിയ ഇലകൾ തളിരിടുന്നു, അതുപോലെ തന്നെ ശിഖരങ്ങളിൽ നല്ല പച്ച ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവ് ക്വാളിറ്റീസാണ് ഈ സ്പ്രിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡെലീഷ്യസ് ബ്രത്ത് ഓഫ് റെയിൻ, അതായത് അപ്പോൾ പെയ്ത പുതുമഴയുടെ സുഗന്ധം ആ അറ്റ്മോസ്ഫിയറിലുണ്ട്. മാത്രമല്ല താഴെ സ്ട്രീറ്റിലൂടെ ഒരു വെൻഡർ തൻ്റെ സാധനങ്ങൾ വിൽക്കുവാനായിട്ട് ഒക്കെ ഇങ്ങനെ വിളിച്ച് പോവുകയാണ്. ആൻഡ് ഓൾസോ ആരോ ദൂരത്തുനിന്ന് പാടുന്ന നല്ല മധുരമായ ശബ്ദം തൻ്റെ കാതുകളിൽ ശ്രവിക്കുന്നുണ്ട്. ഇനി ഒത്തിരി സ്പാരോസ്, ബേർഡ്സ് റൂഫിൻ്റെ ഭാഗത്ത് നിന്ന് ട്വിറ്ററിങ് ചെയ്യുന്ന ആ ശബ്ദവും തൻ്റെ ചെവിക്കുള്ളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇൻസൈഡ് ദർ വാസ് ആക്ച്വലി എ ഫീലിംഗ് ഓഫ് ഡെത്ത് ഓർ പെയിൻ, ബട്ട് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്, ലൈഫ്നെസ്സാണ്, ഫ്രഷ്നെസ്സാണ്. അപ്പോൾ അത് എന്തോ ഒരു കോൺട്രവേഴ്സിയൽ പോലെ തോന്നുകയാണ്. നോർമലി ഒരു ഫ്യൂണറൽ ഹോമിൽ, അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ അങ്ങനെയുള്ളൊരു ദൃശ്യം അവതരിപ്പിക്കുകയാണെങ്കിൽ ഓഥർ എപ്പോഴും ഡൾ, അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ഡൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒരുക്കുന്നത്. ഒരു ഇരുണ്ട അവസ്ഥ, അതുപോലെ തന്നെ ശിഖരങ്ങളിലൊന്നും ഇലകളൊന്നുമില്ലാത്ത കൊഴിഞ്ഞുപോയ ശിഖരങ്ങൾ, മെലിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ തന്നെ വരണ്ടുണങ്ങിയ പ്രദേശം,
അതുപോലെ തന്നെ മഴയായിരിക്കും, എന്താണ് സന്ധ്യാസമയമോ ഇരുണ്ട ഒരു അന്തരീക്ഷമായിരിക്കും, മഴയായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു മരണ വീടിനെ എഴുത്തുകാരി ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്വയറ്റ് ഓപ്പോസിറ്റ് നമുക്ക് കാണുന്നത് ഫുൾ ഓഫ് എനർജി, പോസിറ്റീവാണ് ഇവിടെ നിൽക്കുന്നത്. ദെയർ വർ പാച്ചസ് ഓഫ് ബ്ലൂ സ്കൈ. ഇനി പുറത്തേക്ക് ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോഴോ അവിടെ നീലാകാശത്ത് നല്ല എന്താണ് മേഘങ്ങൾ, അതായത് നീലാകാശത്ത് മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഷീ സാറ്റ് വിത്ത് ഹെർ ഹെഡ് ത്രോൺ ബാക്ക് അപ്പോൺ ദ കുഷൻ ഓഫ് ദ ചെയർ. അവിടെ ഇങ്ങനെ പിന്നിലേക്ക് തന്നെ ഇങ്ങനെ ചായച്ചുകൊണ്ട് അങ്ങനെ വളരെ റിലാക്സ്ഡ് മോഡിൽ ഈ സ്ത്രീ മിസ്സസ് മല്ലാഡ് ഇരിക്കുകയാണ്. ക്വൈറ്റ് മോഷൻലെസ്, നിശ്ചലയായി അവൾ അവിടെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സോബ് ചെയ്യുന്നുണ്ട്. സോബിങ് മീൻസ് വിതുമ്പുകയാണ്. നമുക്കറിയാം, കരഞ്ഞ് ഉറങ്ങിപ്പോയ ഒരു കുഞ്ഞ് സ്വപ്നത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിതുമ്പാറുണ്ട് അല്ലെങ്കിൽ തേങ്ങാറുണ്ട്. സോ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സോബ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് റിയലി ഷീ വാസ് ഹാവിങ് സം കൈൻഡ് ഓഫ് ഗ്രീഫ്, അല്ലെങ്കിൽ വളരെ പാനിക് സ്ട്രിക്കൺ ആയിട്ടാണ് ഇരിക്കുന്നത്, വളരെ വേദനയോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ പുറത്ത് നമ്മൾ കാണുന്ന അറ്റ്മോസ്ഫിയർ തികച്ചും വ്യത്യസ്തമാണ്. നെക്സ്റ്റ്, ഷീ വാസ് യങ് with a fair, calm face whose lines bespoke repression and even a certain strength. ആക്ച്വലി വളരെ മനസ്സിലൊരു ധൈര്യം സംഭരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ 2-3 ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ആക്ച്വലി ഷി വാസ് യങ്, ദെൻ യുവതിയാണ്, സുന്ദരിയാണ്, മാത്രമല്ല വളരെ ശാന്ത പ്രകൃതമുള്ള ഒരു മുഖമാണ് മിസ്സസ് മല്ലാഡിനുള്ളത്. ഓക്കെ, ആൻഡ് ഷി വാസ് ഗേസിങ് അറ്റ് ദ ബ്ലൂ സ്കൈ. നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ നോക്കി നിൽക്കുന്ന ആ കാഴ്ചയിൽ അവൾ കാണുന്നത് ആ നീലാകാശത്ത് നിൽക്കുന്ന ആ മേഘങ്ങളെ കാണുകയാണ്. നെക്സ്റ്റ് പറയുന്നത്, there was something coming to her and she was waiting for it fearfully. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ കാഴ്ചയിലൂടെ ആ ദൂരത്ത് നിന്നും എന്തോ ഒന്ന് തന്നിലേക്ക് വരുന്നതായിട്ട് അവൾ കാണുകയാണ്. അല്ലെങ്കിൽ എന്തോ താൻ പേടിച്ചിരുന്ന, അല്ലെങ്കിൽ പേടിയോടെ താൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തോ ഒന്ന് അവിടെ നിന്നും ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് വരുന്നത് പോലെ തോന്നി. പക്ഷെ കാണുന്നില്ല. ബട്ട് ഷീ ഫീൽസ് സംതിങ് സ്ട്രേഞ്ച്. വാട്ട് വാസ് ഇറ്റ്? അതെന്താണ്? ഷീ ഡിഡ് നോട്ട് നോ. ഇറ്റ് വാസ് ടു സട്ടിൽ ആൻഡ് എലൂസീവ് ടു നെയിം. It is too subtle and elusive. Actually, it was difficult to explain. Something mysterious thing happens there. അപ്പോൾ പറയാൻ സാധിക്കാത്ത നിഗൂഢമായ എന്തോ, ദാറ്റ് കാൻ ബി എക്സ്പ്ലെയിൻഡ്, വിശദീകരിക്കാൻ സാധിക്കാത്ത എന്തോ ഒന്ന് ആ ദൂരെ ഉള്ള ആ ബ്ലൂ സ്കൈയിൽ നിന്നും എന്തോ ഒന്ന് ഇങ്ങനെ അടർന്ന് തൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് വരുന്നത് പോലെ തോന്നി. ബട്ട് ഷീ ഫെൽറ്റ് ഇറ്റ്. അത് അവൾ അനുഭവിക്കുന്നുണ്ട്. ക്രീപ്പിംഗ് ഔട്ട് ഓഫ് ദ സ്കൈ. എന്താണ്, ആകാശത്തു നിന്നും അതിങ്ങനെ മാറി വേർപെട്ട് തൻ്റെ ഉള്ളിലേക്ക് വരും. റീച്ചിങ് ടുവാർഡ് ഹെർ ത്രൂ ദ സൗണ്ട്സ്, ദ സെൻസ്, ദ കളർ ദാറ്റ് ഫിൽ ദ എയർ. നേരത്തെ കേട്ട ശബ്ദത്തിലൂടെ, നേരത്തെ അനുഭവിച്ച ആ സുഗന്ധത്തിലൂടെ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ പ്രശാന്തമായ പ്രസന്നമായ അന്തരീക്ഷത്തിലൂടെ തൻ്റെ അരികിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് അവൾ അനുഭവിക്കുകയാണ്. ഷി വാസ് ഫീലിംഗ്. നൗ ഹെർ ബൂസം റോസ് ആൻഡ് ഫെൽ tumultuously. ആക്ച്വലി തൻ്റെ ആ ചെസ്റ്റ്, ബൂസം മീൻസ് ചെസ്റ്റ്, അതിങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ റോസ് ആൻഡ് ഫെൽ, ഉയരുകയും താഴുകയും ചെയ്യുകയാണ്. ഷി വാസ് ബിഗിനിങ് ടു റിക്കഗ്നൈസ് ദിസ് തിങ് ദാറ്റ് വാസ് അപ്രോച്ചിങ് ടു possess her, and she was striving to beat it back with her will, as powerless as her 2 white slender hands would have been. അപ്പോൾ തൻ്റെ നെഞ്ചിനുള്ളിലേക്ക് അതിങ്ങനെ ആഴ്ന്നിറങ്ങുന്നതായിട്ട് തോന്നി. മാത്രമല്ല അതിങ്ങനെ അവിടെ നിന്നും ഹാർട്ട് ബീറ്റ് ശക്തമായ രീതിയിൽ ഇങ്ങനെ കിതയ്ക്കുന്നതായിട്ട്, ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് തോന്നി. അപ്പം ഇരു കൈകളും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അമർത്തി അതിനെ പിടിക്കുവാൻ ശ്രമിച്ചു. ബട്ട് ഷീ കുഡ് നോട്ട് കൺട്രോൾ ദാറ്റ്. ആക്ച്വലി സംതിങ് സ്ട്രേഞ്ച് തിങ് വാസ് ഹാപ്പനിങ് ഇൻസൈഡ് ഹർ ബോഡി, ഇൻസൈഡ് ഹർ മൈൻഡ്, ബട്ട് ഷീ കുഡ് നോട്ട് കൺട്രോൾ ഇറ്റ്. ഷീ ട്രൈസ് ടു കൺട്രോൾ, ബട്ട് ഷീ കുഡിൻറ്റ് ഡു ദാറ്റ്. ഓക്കെ, then what happens? അവൾക്കത് ചെസ്റ്റ് ഭാഗത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ഇറ്റ് ക്രോസസ് ദ ചെസ്റ്റ് ഏരിയ. ദെൻ ത്രോട്ടിലേക്ക് അത് വന്നു. ത്രോട്ടിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, അത് ലിപ്സ് വരെ ആ ഒരു പ്രത്യേക അനുഭവം എത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. വെൻ ഷീ അബാൻഡൻഡ് ഹെർസെൽഫ് എ ലിറ്റിൽ വിസ്പേർഡ് വേർഡ് ഹെർ സ്ലൈറ്റ്ലി പാർട്ടഡ് ലിപ്സ്. അപ്പോൾ തൻ്റെ ആ ചുണ്ടുകൾക്കിടയിലൂടെ ഒരു ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതെന്താണ് ആ ശബ്ദം? ഷീ സെഡ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ അണ്ടർ ഹെർ ബ്രെത്ത്, ഫ്രീ ഫ്രീ ഫ്രീ. അവളുടെ ആ വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ വന്ന ആ ശബ്ദം ഇതായിരുന്നു, സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം. സി, ഹസ്ബൻഡിൻ്റെ മരണവാർത്ത കേട്ട് അതിദുഃഖിതയായ ഒരു സ്ത്രീ മുറിക്കുള്ളിൽ കുറച്ചു നേരം ശാന്തമായി ഇരുന്നതിന് ശേഷം തൻ്റെ ഉള്ളിൽ നിന്നും താൻ അനുഭവിച്ച ആ ഒരു
വിങ്ങൽ, ആ ഒരു വേദന ഇപ്പോൾ ചുണ്ടുകൾ ഇടയിലൂടെ വന്നത് ഇങ്ങനെയായിരുന്നു: ഫ്രീ, സ്വാതന്ത്ര്യം ലഭിച്ചു എനിക്ക്. വല്ലാത്തൊരു ഒരു ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ടോണാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? നോർമലി ഒരിക്കലും ഒരു സ്ത്രീയിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ഒരു പക്ഷേ നമുക്ക് ലഭിക്കണമെന്നില്ല. ബട്ട് ഹിയർ കേറ്റ് ചോപ്പിൻ്റെ ക്യാരക്ടറായ മിസസ് മലാഡ് തൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം, അല്പസമയത്തിന് ശേഷം താൻ അനുഭവിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ദ വാക്കൻ സ്റ്റെയർ ആൻഡ് ദ ലുക്ക് ഓഫ് ഹർ ടെറർ ദാറ്റ് ഹാഡ് ഫോളോഡ് ഇറ്റ് വെൻറ്റ് ഫ്രം ഹർ eyes. They stayed keen and bright. Her pulses beat fast and the coursing blood warmed and relaxed every inch of her ബോഡി. അതായത് അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ മനസ്സിലുള്ള വേദനയും തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വല്ലാത്ത വിങ്ങലും തേങ്ങലും ഒക്കെ ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ റിലാക്സേഷൻ തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല തൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ പ്രശാന്തതയും ഒരു വല്ലാത്ത പ്രസരിപ്പും ബ്രൈറ്റ്നസ്സും ഒക്കെ നിറഞ്ഞു തുളുമ്പുകയാണ്. She did not stop to ask if it were or were not a monstrous joy that held her. അവിടെ ഒരു ടേമാണ് മോൺസ്ട്രസ് ജോയ്. വാട്ട് യു മീൻ ബൈ മോൺസ്ട്രസ്? മോൺസ്ട്രസ് മീൻസ് സംതിങ് ദാറ്റ് മേക്ക് യു ഫ്രൈറ്റൻഡ്. എന്തെങ്കിലും നമ്മളെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും രൂപത്തെ ഒക്കെയാണ് നമ്മൾ മോൺസ്ട്രസ് എന്ന് പറയും. മോൺസ്റ്റർ, ഭീവത്സമായ അല്ലെങ്കിൽ ഭീകരമായ ഒരു ഉന്മാദം, ഭീകരമായ ഒരു ജോയ്, സന്തോഷം തനിക്ക് അവിടെ കൈവന്നിരിക്കുകയാണ്. മോൺസ്ട്രസ് ജോയ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓക്സിമറോൺ. അതായത് ഓപ്പോസിറ്റായിട്ടുള്ള വേർഡ്സ് ചേർത്ത് വയ്ക്കുന്നതിനാണ് നമ്മൾ ഓക്സിമറോൺ എന്ന് പറയുന്നത്. എനിവേ, ഭീകരമായ ഒരു സന്തോഷം തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. Next, she knew that she would weep again when she saw the kind, tender hands folded in death, the face that had never looked up save with love upon her, fixed and grey and dead. ഇവിടെ പറയുന്നത് തന്നെ ഒരിക്കലും നല്ല രീതിയിൽ സ്നേഹിക്കാത്ത ആ ഹസ്ബൻഡിൻ്റെ തണുത്തു വിറങ്ങലിച്ച ആ മൃതശരീരം അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി കാണുമ്പോൾ തീർച്ചയായിട്ടും താൻ കരയും, നിലവിളിക്കും. ഇനി ഒരിക്കലും അനങ്ങാത്ത അല്ലെങ്കിൽ എന്താ പറയുക, ടെൻഡർ ഹാൻഡ്സ് മരണത്തെ കൈവരിച്ച് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും താൻ നിലവിളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കരയും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷേ പിന്നെ പറയുന്ന വാക്കുകൾ നോക്കുക. ദെയർ വുഡ് ബി നോ വൺ ടു ലീവ് ഫോർ അതിനു മുമ്പായിട്ട് പിന്നെ പറയുന്ന വാക്കുകൾ നോക്കുക. ബട്ട് ഷീ സോ ബിയോണ്ട് ദാറ്റ് ബിറ്റർ മൊമെൻറ്റ് എ ലോങ് പ്രൊസഷൻ ഓഫ് ഇയേഴ്സ് ടു കം ദാറ്റ് വുഡ് ബിലോങ് ടു ഹെർ അബ്സല്യൂട്ട്ലി. അടുത്ത് പറയുന്നത്, എന്നാൽ അതിനുശേഷമുള്ള തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു നീണ്ട കാലഘട്ടത്തെക്കുറിച്ചാണ് അവൾ അവിടെ ചിന്തിക്കുന്നത്. അതായത് ആഫ്റ്റർ ദ ഫ്യൂണറൽ പ്രൊസഷൻ, അതായത് ആഫ്റ്റർ ദ ലാസ്റ്റ് റൈറ്റ്സ് ഓർ റിച്വൽസ് ആൻഡ് കസ്റ്റംസ്, ഈ മരണാനന്തര ചടങ്ങിന് ശേഷം തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു നീണ്ട കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ മിസസ് മലാഡ് തനിക്ക് മാത്രമായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു നീണ്ട കാലഘട്ടം, അതിനെ കൈവരിക്കുവാനായിട്ട്, അതിനെ സ്വീകരിക്കുവാനായിട്ട് ഷി ഓപ്പൺഡ് ആൻഡ് സ്പ്രെഡ് ഹർ ആംസ് ഔട്ട് ടു ദം ഇൻ വെൽക്കം. അതിനെ സ്വീകരിക്കുവാൻ തൻ മനസ്സിൽ ഇരു കൈകളും ഇങ്ങനെ നീട്ടി അതിനെ സ്വീകരിക്കുകയാണ്. There would be no one to live for her during those coming years. She would live for herself. തനിക്ക് മാത്രമായിട്ട് ജീവിക്കുവാനുള്ള ആ ഒരു വർഷങ്ങളെക്കുറിച്ച് അവളവിടെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. There would be no powerful will bending hers in that blind persistence with which men and women believe they have a right to impose a private will upon a fellow creature. അപ്പോൾ വേറൊന്നുമില്ല, അവിടെ പറയും തന്നെ ഇനി ഡോമിനേറ്റ് ചെയ്യാനായിട്ട്, തന്നെ ഇനി മറ്റൊരു പുറത്തു നിന്നുള്ളൊരു ഔട്ട്സൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വാധീനിക്കില്ല എന്ന് പറയണേ. നെക്സ്റ്റ് പറയുന്ന കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ആൻഡ് യെറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഹിം സംടൈംസ്, ഓഫൻ ഷീ ഹാഡ് നോട്ട്. എന്നിട്ടും താൻ തൻ്റെ ഹസ്ബൻഡിനെ ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട് പലതവണ, സംടൈംസ് അല്ലെങ്കിൽ പലപ്പോഴും തൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഇപ്പോഴുമല്ല. നെക്സ്റ്റ് പറയുന്ന ഓഫൻ ഷീ ഹാഡ് നോട്ട്, സ്നേഹിച്ചിട്ടില്ലായിരുന്നു. സോ മനസ്സിൽ സിൻസിയർലി ഷീ ഡിഡ് നോട്ട് ലവ് ഹർ ഹസ്ബൻഡ്. മേ ബി തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മിസസ് മലാഡിനുണ്ടായത്. വാട്ട് ഇറ്റ് മാറ്റർ? ഇനി എന്തായാലും മരിച്ചു പോയില്ല, ഇനി അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല.
Leave it. Free, body and soul free. She kept whispering. അവൾ വളരെ ശബ്ദം താഴ്ത്തി, കാര്യം അതൊരിക്കലും ഉച്ചത്തിൽ പറയുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ട വാക്കുകളല്ല ആ സാഹചര്യത്തിൽ. എന്നിരുന്നാലും തനിക്ക് കേൾക്കുവാൻ കഴിയുന്ന ആ രീതിയിൽ പറഞ്ഞു, ഫ്രീ, ബോഡി ആൻഡ് സോൾ ഫ്രീ. അതായത് സ്വാതന്ത്ര്യം, ശരീരത്തിനും ആത്മാവിനും ഇനി അങ്ങോട്ട് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ദിനരാത്രങ്ങളാണ് തനിക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. Next, Josephine was kneeling before the closed door with her lips to the keyhole, imploring for admission. And then at the same time, what was going outside? Actually, she entered the room and locked the room, and she was imagining everything. അപ്പോൾ ആ സമയത്ത് at the same time, something was going outside. അപ്പം പുറത്ത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആക്ച്വലി പാവം മിസസ് മലാണ്ട ജോസഫൈൻ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ തൻ്റെ സഹോദരി എന്തെങ്കിലും അവിവേകം കാണിക്കുമോ, സൂയിസൈഡ് എന്തെങ്കിലും ചെയ്യുമോ, ആത്മഹത്യ ചെയ്യുമോ, എന്നാൽ അത് ഹൃദ്രോഗിയാണ്, മറ്റെന്തെങ്കിലും മാനസിക ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഷി വാസ് ദെയർ ആൻഡ് ഷി വാസ് ഇംപ്ലോറിങ്, വളരെ റിക്വസ്റ്റ് ചെയ്യണം, ഡിയർ സിസ്റ്റർ പ്ലീസ് ഓപ്പൺ ദ ഡോർ, വാട്ട് വാസ് ഗോയിങ് ഓൺ ദെയർ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ഓപ്പൺ ദ ഡോർ, ഐ ബെഗ്, ഓപ്പൺ ദ ഡോർ, യു വിൽ മേക്ക് യുവർ സെൽഫ് ഇൽ, വാട്ട് ആർ യു ഡൂയിങ് ലൂസി, ഫോർ ഹെവൻസ് സേക്ക് ഓപ്പൺ ദ ഡോർ. അപ്പോൾ പല രീതിയിൽ ജോസഫൈൻ അവിടെ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ടുകയാണ്. ഗോ എവേ, ഐ ആം നോട്ട് മേക്കിംഗ് മൈ സെൽഫ് ഇൽ, നീ പൊക്കോളൂ, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഐ ആം ഓക്കെ, ഐ ആം പെർഫെക്റ്റ് ഓക്കെ. No, she was drinking in a very elixir of life through that open window. Actually, inside the room, actually ആ തുറന്നിട്ട ജനാലയ്ക്കരികിൽ താൻ അവിടെ അനുഭവിക്കുന്നത് ആക്ച്വലി എന്താണ്, അമൃത്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ജീവൻ പിടിച്ചു നിർത്താനുള്ള, അല്ലെങ്കിൽ ഒരിക്കലും മരണം ലഭിക്കാത്ത അമൃത് അവിടെ എന്ത് ചെയ്യാണ്, അവൾ ഇങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ELIXIR, എലിക്സർ മീൻസ് അമൃത്, അതിങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Her fancy was running riot all along those days ahead of her. തൻ്റെ ജീവിതത്തിന് മുന്നിൽ താൻ കാണുന്ന ആ ദിവസങ്ങൾ, ആ എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ ദിനങ്ങളെ ഇങ്ങനെ മനസ്സിൽ ഫാൻസിഫുൾ ഡ്രീംസിലേക്ക് അവൾ പോവുകയാണ്, ഒരു മായാലോകത്ത് നിൽക്കുകയാണ്. സ്പ്രിംഗ് ഡേയ്സ് ആൻഡ് സമ്മർ ഡേയ്സ് ആൻഡ് ഓൾ സോർട്സ് ഓഫ് ഡേയ്സ് ദാറ്റ് വുഡ് ബി ഹെർ ഓൺ. തനിക്ക് മാത്രമായിട്ടുള്ള വസന്തകാലം, തനിക്ക് മാത്രമായിട്ടുള്ള വേനൽക്കാലങ്ങൾ, ഓരോ ഋതുക്കളും ഇനി തനിക്ക് മാത്രമായിട്ടുള്ളതാണ്. ഷീ ബ്രെത്ത് എ ക്വിക്ക് പ്രെയർ ദാറ്റ് ലൈഫ് മൈറ്റ് ബി ലോങ്. അവൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഈശ്വര ഇനിയുള്ള ജീവിതം ഒന്ന് നീട്ടിത്തരണമേ, ഒരു ദീർഘായുസ് നൽകണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു പോവുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റൊരു കാര്യം പറയുന്നത്, ഇറ്റ് വാസ് ഓൺലി യെസ്റ്റർഡേ ഷീ ഹാഡ് തോട്ട് ദാറ്റ് വിത്ത് എ ഷഡർ ദാറ്റ് ലൈഫ് മൈറ്റ് ബി എ ലോങ്. എന്നാൽ ഇന്നലെ വരെയും അവൾ പ്രാർത്ഥിച്ചത്, എന്തൊരു ജീവിതമാണ്, എന്തൊരു നീണ്ട ജീവിതമാണ്, എനിക്ക് ഇത്രയും നീണ്ട കാലയളവൊന്നും വേണ്ട എന്നാണ് കഴിഞ്ഞ രാത്രി പോലും പ്രാർത്ഥിച്ചത്. ബട്ട് ദിസ് ടൈം നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അവിടെ ചിത്രം മാറുകയാണ് അല്ലേ. She arose at length and opened the door to her sister's importunities. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പ്രഷർ ചെയ്യുകയാണ്, യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ സഹിക്കുക വയ്യാതെ വന്ന് കതക് തുറക്കുന്നു. There was a feverish triumph in her eyes. അപ്പോൾ ഒരു വിക്ടോറിയസ് ലേഡിയുടെ ഒരു മുഖമാണ് അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നത്. അതായത് വിജയിച്ചു വരുന്ന ഒരു ദേവത എന്നാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് ഷീ ക്യാരിഡ് ഹെർസെൽഫ് അൺവിക്റ്റിംഗ്ലി ലൈക്ക് എ ഗോഡസ് ഓഫ് വിക്ടറി. അപ്പോൾ വിജയ ദേവതയെ പോലെ അവൾ ഇങ്ങനെ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഷീ ക്ലാസ്പ്ഡ് ഹെർ സിസ്റ്റേഴ്സ് വേസ്റ്റ് ആൻഡ് ടുഗെദർ ദേ ഡീസെൻഡഡ് ദ സ്റ്റെയർസ്. റിച്ചാർഡ് സ്റ്റുഡ് വെയിറ്റിംഗ് ഫോർ ദം അറ്റ് ദ ബോട്ടം. അപ്പോൾ ആ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് സഹോദരിയുടെ വേസ്റ്റിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങി. മനസ്സിൽ ആക്ച്വലി വിജയിച്ചു വന്ന ഒരു വനിത, വിജയിച്ചു വന്ന ഒരു ദേവതയെ പോലെയാണ് അവൾ ഇറങ്ങി വരുന്നത്. താഴെ റിച്ചാർഡ് അവിടെ ഇവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. റിച്ചാർഡ് വളരെയധികം ടെൻസ്ഡായിപ്പോയി. ബിക്കോസ് റിച്ചാർഡാണ് ഈ വാർത്ത കൊണ്ട് എത്തിക്കുന്നത്. ഇനി ആ വാർത്ത കേട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇവളെന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്നുള്ള ടെൻഷനോടെ റിച്ചാർഡ് താഴെയുണ്ട്. നെക്സ്റ്റ്, സംവൺ വാസ് ഓപ്പണിംഗ് ദ ഫ്രണ്ട് ഡോർ വിത്ത് എ ലാച്ച് കീ. ഈ സമയത്ത് അവളിങ്ങനെ പടിക്കെട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ആരോ ഒരാൾ മെയിൻ ഡോറിൻ്റെ ലോക്ക് ഒരു ലാച്ച് കീ ഉപയോഗിച്ച് തുറക്കുന്ന ശബ്ദം കേട്ടു. It was Brenchley Mallard, who entered a little travel stained, composedly carrying his gripsack and umbrella. തുറന്ന് അകത്തേക്ക് കയറുന്നത് മറ്റാരുമല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞ ബ്രെൻലി മലാഡാണ് അകത്തേക്ക് കയറി വരുന്നത്.
അദ്ദേഹം നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ഒന്ന് അഴുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ടയേർഡായിട്ട് ഒരു അംബ്രലയൊക്കെ ആയിട്ട് അകത്തേക്ക് കയറിയിരിക്കുക. മേ ബി രാവിലെ ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടി പോയതാണ്. വൈകുന്നേരം വളരെ ടയേർഡായിട്ട് വളരെ ക്ഷീണിച്ച് മുഷിഞ്ഞ വസ്ത്രത്തോടെ അദ്ദേഹം കയറി വരുന്നു. മരിച്ചുപോയെന്ന് പറഞ്ഞ ആളാണേ. He had been far from the scene of accident and did not even know there had been one. ആക്ച്വലി ഈ ദുരന്തം നടന്ന ആ ഒരു സ്ഥലത്ത് സത്യത്തിൽ ബ്രൻലി മല്ലാഡ് വന്നിട്ടേ ഇല്ല. അതിൻ്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതിനെക്കുറിച്ച് വാർത്ത പോലും ബ്രൻലി മല്ലാഡ് കേട്ടിരുന്നില്ല. ഹീ ആക്ച്വലി മേ ബി അപ്പോൾ ബ്രൻലി മല്ലാഡ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, അതേ പേരിലുള്ള മറ്റൊരു വ്യക്തിയായിരിക്കാം ഈ ന്യൂസ് പേപ്പറിൽ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായത്. ഓക്കെ, പക്ഷേ ഒരു പക്ഷേ റിച്ചാർഡ് അത് തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ആരിലൂടെയോ റിച്ചാർഡ് കേട്ടത് ഈ ബ്രൻലി മല്ലാഡ് തൻ്റെ കൂട്ടുകാരൻ തന്നെയായിരിക്കും മരിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ റിച്ചാർഡ് ചെയ്തത്. അത് ഒരു തെറ്റിദ്ധാരണയുടെ ഒരു ഫലമാണ്. എന്തായിരുന്നാലും ബ്രൻലി മല്ലാഡ് അകത്തേക്ക് കയറുന്നു. നമുക്കറിയാം അവിടെ സ്വാതന്ത്ര്യം, ഫ്രീ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളവിടെ നിൽപ്പുണ്ടേ. ഹി സ്റ്റുഡ് അമേസ്ഡ് അറ്റ് ജോസഫൈൻസ് പിയേഴ്സിങ് ക്രൈ. അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ ബ്രൻലി മല്ലാഡ് ഡോറ് തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ ഇത് കണ്ട് ഞെട്ടി കോരിത്തരച്ച് നിൽക്കുകയാണ് ജോസഫൈനും സഹോദരി. ഇപ്പോൾ ജോസഫൈൻ വല്ലാത്ത ഒരു ശബ്ദം പുറപ്പെടുവിച്ചു, ഒരു സ്ക്രീമിങ്, ഒരു ഒച്ച അവിടെ ഉണ്ടാക്കി. അറ്റ് റിച്ചാർഡ്സ് ക്വിക്ക് മോഷൻ ടു സ്ക്രീം ഹിം ഫ്രം ദ വ്യൂ ഓഫ് ഹിസ് വൈഫ്. ഈ സമയത്ത് റിച്ചാർഡ് പെട്ടെന്ന് തന്നെ ബ്രൻലി മല്ലാഡിനെ മറയ്ക്കുവാനായിട്ട്, കവർ ചെയ്യാനായിട്ട് വന്നു. കാര്യം ഒരു പക്ഷേ ബ്രൻലി മല്ലാഡിൻ്റെ വൈഫായ മിസ്സസ് മല്ലാഡ് കണ്ടാൽ പെട്ടെന്ന് ഒരു ഹൃദയാഘാതം, അല്ലെങ്കിൽ ഇത് ഗോസ്റ്റ് ആണോ, ഇത് ആരാണ്, തൻ്റെ ഹസ്ബൻഡ് മരിച്ചു പെട്ടെന്ന് വന്നു എന്ന് പറയുമ്പോൾ പ്രേതമാണ് അല്ലെങ്കിൽ ഭൂതമാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിന് കൂടുതൽ ബീറ്റ് ഉണ്ടാകാനും ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് റിച്ചാർഡ് പെട്ടെന്ന് ഈ ബ്രൻലി മല്ലാഡിനെ മറയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത് കുറച്ച് വൈകിപ്പോയി എന്നാണ് പറഞ്ഞത്. ബട്ട് റിച്ചാർഡ്സ് വാസ് ടു ലേറ്റ്. വെൻ ദ ഡോക്ടേഴ്സ് കെയിം ദേ സെഡ് ഷീ ഹാഡ് ഡൈഡ് ഓഫ് ഹാർട്ട് ഡിസീസ് ഓഫ് ജോയ് ദാറ്റ് കിൽസ് പറയുന്നത്. എന്നാൽ റിച്ചാർഡ് വന്ന് ബ്രൻലി മല്ലാഡിനെ മറയ്ക്കുവാൻ ഒന്ന് താമസിച്ചു പോയി. സത്യത്തിൽ ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ആരാണ് അവിടെ മരിക്കുന്നത്? അത് മറ്റാരുമല്ല, മിസ്സിസ് മല്ലാഡാണ് അവിടെ മരണപ്പെടുന്നത്. അതിനുള്ള കാരണം ഡോക്ടേഴ്സ് പറയുന്നത് ഹാർട്ട് ഡിസീസ് കൊണ്ട് തന്നെയായിരുന്നു. അതായത് ഹൃദയാഘാതം മൂലമാണ് ആ സ്ത്രീ മരിച്ചത്. അതിയായ സന്തോഷം കാരണമാണ് ഹൃദയാഘാതത്തിന് വഴിതെളിച്ചത്. അങ്ങനെയാണ് ഈ മിസ്സസ് മല്ലാഡ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്നാണ് ഡോക്ടേഴ്സ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഐറോണിക്കലായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സന്തോഷം ഉണ്ടായത് മിസ്സസ് മല്ലാഡിലാണ്, എന്നാൽ ആ സന്തോഷം കാരണമാണ് മിസ്സസ് മല്ലാഡ് മരിച്ചു എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തൻ്റെ സന്തോഷത്തിന് പെട്ടെന്ന് തന്നെ ഒരു വിരാമം ഇടേണ്ടി വരുന്നല്ലോ. തൻ്റെ ഹസ്ബൻഡ് മുന്നിൽ നിൽക്കുകയാണ്, അയ്യോ മരിച്ചില്ലേ. അപ്പോൾ അതിനുണ്ടായിരുന്ന സർപ്രൈസ്, അല്ലെങ്കിൽ അതിനുണ്ടായ ഒരു വല്ലാത്തൊരു അസ്റ്റോണിഷ്മെൻ്റ് ആയിരിക്കാം. അല്ല എങ്കിൽ ഈ പറഞ്ഞ ക്ലിയർ ആയിട്ടുള്ള സന്തോഷം കൊണ്ട് തന്നെ ആയിരിക്കാം, ഓവറായിട്ട് സന്തോഷിച്ചതായിരിക്കാം കാര്യം. അതായത് ഹൃദ്രോഗത്തെക്കുറിച്ച് പറയുന്നത് അധികമായിട്ടുള്ള സന്തോഷം, അധികമായിട്ടുള്ള വേദന, ഇത് രണ്ടും ഹൃദ്രോഗ സാധ്യത ഉണ്ട്. ഹൃദ്രോഗം കാരണം അല്ലെങ്കിൽ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സന്തോഷം മറ്റാർക്കും അറിയില്ല, ഇങ്ങനെ ഒരു സന്തോഷം മിസ്സസ് മല്ലാഡിനുണ്ടായിരുന്നു എന്നുള്ളത്. എനിവേ ഇവിടെ കേറ്റ് ചോപ്പിൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനോടെ മാരേജിനെ കാണുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ മാരേജ് ആക്ച്വലി അക്കോർഡിംഗ് ടു കേറ്റ് ചോപ്പിൻ ഇറ്റ് വാസ് ആക്ച്വലി എ സൈറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ്. അപ്പോൾ ആ ഒരു കൺഫൈൻമെൻറ്റിൽ നിന്നും ഉള്ള ഒരു മോചനമായിരുന്നു മിസ്സസ് മല്ലാഡിനെ ലഭിച്ചത്. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ ഷോർട്ട് lived one. Anyway, there ends the short story. So I hope you will be able to understand the summary and the ideas which are included in this short story. So have a nice learning time.